ഹായ് അങ്ങനെ ഇരുന്നപ്പോൾ ഒരു അച്ചാറുണ്ടാക്കാമെന്ന് ഓർത്തോട്ടോ. ക്യാരറ്റും മാങ്ങയും. ഇതിൻ്റെ റെസിപ്പി ഒന്നും പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാവുന്ന പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു അച്ചാറല്ലേ. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ചോറിൻ്റെ കൂടെ ഒരു അച്ചാറുണ്ടെങ്കിൽ ഭയങ്കര രസമല്ലേ. അച്ചാർ എപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അച്ചാറിടാനൊന്നും ശരിക്കും അറിയത്തില്ല കേട്ടോ. എപ്പോഴും പപ്പയാണ്. ഞങ്ങൾ നേഴ്സിങ്ങിനൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഒരു കെട്ട അച്ചാറാണ് ഉണ്ടാക്കിത്തരാം. അത് അച്ചാറെല്ലാം അന്നും ഇന്നും ഉണ്ടാക്കുന്നത് പപ്പയാട്ടോ. പപ്പയുടെ അച്ചാറിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഈ മാങ്ങയും നാരങ്ങയും പപ്പ അന്ന് നേഴ്സിങ്ങിന് പഠിക്കുമ്പോൾ ലീവിന് വരുമ്പോൾ ഇട്ട് തരുന്നതിൽ ഏറ്റവും ഭയങ്കര രുചിയുള്ളൊരു അച്ചാറായിരുന്നു. ഇപ്പോഴും ആ ടേസ്റ്റും. പിന്നെ ഇപ്പം വെക്കേഷൻ ചെന്ന് കഴിഞ്ഞാലും പപ്പയാട്ടോ അച്ചാറൊക്കെ ഇട്ട് തന്നു വിടുന്നത്. നമ്മുടെ അപ്പനും അമ്മയും അല്ലേ അതുപോലെയൊക്കെ ചെയ്തു തരുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു ബന്ധങ്ങളും നമ്മൾ വരുന്നെന്ന് വിചാരിച്ചാലും നമ്മൾ പോകുന്നെന്ന് വിചാരിച്ചൊന്നും ആരും നമുക്കായിട്ട് ഇങ്ങനെയൊന്നും ചെയ്തു തരില്ലല്ലോ. പക്ഷെ സ്വന്തം അപ്പനും അമ്മയാണ് ഇപ്പോഴും നമ്മൾ ചെന്ന് പോയിട്ട് വരുമ്പോൾ അവരെ കൊണ്ട് പറ്റാവുന്നതിൻ്റെ മാക്സിമം ഇപ്പോഴും നമുക്ക് ഓരോന്ന് തന്നു വിടില്ലേ. എന്ത് സാധനമാണേലും അല്ലേ. അച്ചാറൊക്കെ ഇപ്പോഴും ചെന്ന് കഴിയുമ്പോൾ പപ്പയുടെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആട്ടോ അച്ചാർ. ഭയങ്കര ടേസ്റ്റാണ് പപ്പ ഉണ്ടാക്കുന്ന അച്ചാറിന്. അപ്പം അച്ചാറൊക്കെ എങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞു?